നിങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ക്രൂരമായ സത്യങ്ങളും പ്രായോഗിക പരിഹാരങ്ങളും. ബാക്കി എല്ലാ യൂട്യൂബർമാരെയും പോലെ നിങ്ങളുടെ സമയം കളയാൻ എനിക്ക് താൽപ്പര്യമില്ല. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് ഒരു പ്രത്യേക കാരണത്താലാണ്. നിങ്ങളുടെ ഉയരത്തെക്കുറിച്ച് നിങ്ങൾ ഇൻസെക്യൂർ ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെക്കാൾ പൊക്കമുള്ള ഒരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഉയരത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടാകാം. മലയാളികളായ നമ്മൾക്കിടയിൽ ഒരു പൊതുവായ സംസാരമുണ്ട്. 5 അടി ഉയരമുള്ളൊരു പെൺകുട്ടിയെ എല്ലാവരും ക്യൂട്ട് എന്ന് വിളിക്കുമ്പോൾ, അതേ ഉയരമുള്ളൊരു ആൺകുട്ടിയെ ഈ സമൂഹം കുട്ടനെന്നോ കുള്ളനെന്നോ വിളിച്ച് പരിഹസിക്കും. സ്കൂളിലെ അസംബ്ലിയിൽ എപ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥ, കൂട്ടുകാർ തമാശയ്ക്ക് കളിയാക്കുമ്പോൾ ഉള്ളിൽ വിങ്ങുന്ന ആ വേദന, ഇതൊക്കെ ഞാനും അനുഭവിച്ചതാണ്. ഞാൻ 2022 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉയരം വെറും 5 അടിയായിരുന്നു. ചുറ്റുമുള്ള എല്ലാവരും വളരുമ്പോൾ ഞാൻ മാത്രം വളരുന്നില്ല എന്ന തിരിച്ചറിവ് എന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചു. ഉയരം കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്യാത്ത പരീക്ഷണങ്ങളില്ല. കമ്പിയിൽ തൂങ്ങി, ഇന്റർനെറ്റിലെ വ്യാജ വ്യായാമങ്ങൾ ചെയ്തു, മുട്ടൻ തട്ടിപ്പുകളിൽ വീണു. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്നെപ്പോലെ ലക്ഷക്കണക്കിന് യുവാക്കളെ വഞ്ചിച്ചുകൊണ്ട് ഒരു വലിയ മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. മാറ്റത്തിനുള്ള വാഗ്ദാനം. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഉയരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ തെറ്റായ ധാരണകളും ഞാൻ തിരുത്തിത്തരും. ശാസ്ത്രീയമായ സത്യങ്ങൾ എന്താണെന്നും നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഹൈറ്റ് എങ്ങനെ സ്വന്തമായി കണക്കാക്കാമെന്നും ഞാൻ പറഞ്ഞുതരും. ഇനി ഒരിക്കലും ഒരു വ്യാജ വീഡിയോയുടെയും പിന്നാലെ നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. ഇത് വെറുമൊരു ഇൻഫോർമേഷൻ വീഡിയോ അല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മൈൻഡ് സെറ്റും മാറ്റാനുള്ള ഒരു ഗൈഡാണ്. സെക്ഷൻ 1: ഇന്റർനെറ്റിലെ തട്ടിപ്പുകളും ക്ലിക്ക് ബെയ്റ്റുകളും. ഇന്ന് യൂട്യൂബ് തുറന്നാൽ കാണുന്നത് 7 ദിവസം കൊണ്ട് 3 ഇഞ്ച് കൂട്ടാം, രാത്രി ഉറക്കത്തിൽ ഉയരം വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ള തള്ളലുകളാണ്. സത്യം പറയാം, ഇതൊക്കെ വെറും പച്ചക്കള്ളമാണ്. ഉയരത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ് പലരും. പല റഷ്യൻ മെത്തേഡുകളും ബാംബൂ ട്രൂത്ത് ഫോർമുലകളും കേൾക്കുമ്പോൾ എന്തോ സീക്രട്ട് ഫോർമുല കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ആ വീഡിയോയുടെ അവസാനം അവർ പറയുന്നത് പാല് കുടിക്കൂ, വ്യായാമം ചെയ്യൂ എന്ന് മാത്രമായിരിക്കും. നിങ്ങളുടെ ഗ്രോത്ത് പ്ലേറ്റ്സ് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായി ഉയരം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് നഗ്നമായ സത്യം. അത് പരിശോധിക്കാൻ എക്സ്റേ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉയരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബോഡി പോസ്ചറും ശാരീരിക ക്ഷമതയും. ഉയരം കുറവാണെങ്കിലും കാണാൻ നല്ല ആത്മവിശ്വാസവും കരുത്തുമുള്ളൊരു ശരീരമുണ്ടെങ്കിൽ ആരും നിങ്ങളെ കളിയാക്കില്ല. പലരും ജിമ്മിൽ പോകാൻ പണമില്ലാത്തതിനാലോ സൗകര്യമില്ലാത്തതിനാലോ വർക്കൗട്ട് ഉപേക്ഷിക്കുന്നു. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്കൊരു വലിയ അവസരം നൽകുന്നത്. 3999 രൂപ വിലമതിക്കുന്ന എൻ്റെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന ഓൺലൈൻ വീഡിയോ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ ചാനലിലെ യൂട്യൂബ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. വെറും 89 രൂപ മാത്രമാണ് മെമ്പർഷിപ്പിന് വരുന്നത്. ഈ കോഴ്സിലൂടെ വെറും ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു അത്ലറ്റിക് ശരീരം നിർമ്മിക്കാമെന്ന് ഞാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. 89 രൂപയ്ക്ക് 4000 രൂപയുടെ കോഴ്സ് ലഭിക്കുക എന്നത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഡീലാണ്. നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി ഇന്ന് തന്നെ തുടങ്ങൂ. സെക്ഷൻ 2: എന്താണ് പൊട്ടൻഷ്യൽ ഹൈറ്റ്? നിങ്ങളുടെ ഉയരം കൂട്ടാൻ നിങ്ങൾക്ക് മാന്ത്രിക വിദ്യ ഒന്നും ചെയ്യാനാവില്ല. ഉയരം എന്നത് നിങ്ങളുടെ കയ്യിലെ മസിലുകൾ പോലെയല്ല പുഷപ്പ് എടുത്താൽ വളരാൻ. ഉയരം തീരുമാനിക്കുന്നത് 80-90% ജനിതക ഘടനയാണ്. നിങ്ങൾക്ക് പരമാവധി എത്രത്തോളം ഉയരം വരാമെന്നറിയാൻ ഒരു സയന്റിഫിക് മെത്തഡുണ്ട്. പലരും അച്ഛൻ്റെയും അമ്മയുടെയും ഉയരം കൂട്ടി ഹരിക്കണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുഴപ്പിക്കും. എന്നാൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും പ്രായോഗികമായ വഴി ഇതാണ്. നിങ്ങളുടെ അച്ഛൻ്റെ നിലവിലെ ഉയരം കൃത്യമായി അളക്കുക. അതിനോട് 2 അല്ലെങ്കിൽ 3 ഇഞ്ച് കൂടി കൂട്ടുക. ഏകദേശം അതായിരിക്കും നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഹൈറ്റ്. ഇതൊരു ഏകദേശ കണക്കാണ്. ചിലപ്പോൾ ചിലർക്ക് അച്ഛനേക്കാൾ 5 ഇഞ്ച് വരെ കൂടാം. അത് അപൂർവമായ കേസുകളാണ്. എന്നാൽ ഭൂരിഭാഗം പേരിലും അച്ഛൻ്റെ ഉയരത്തേക്കാൾ അല്പം കൂടി നിൽക്കുന്നതാണ് നോർമൽ. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ വെറുതെ സങ്കടപ്പെട്ടിരിക്കില്ല. ഉള്ള ഉയരത്തിൽ എങ്ങനെ ബെസ്റ്റ് ആകാമെന്ന് ചിന്തിച്ചു തുടങ്ങും. സെക്ഷൻ 3: ഉയരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 3 തൂണുകൾ. നിങ്ങളുടെ പ്രായം 20-ൽ താഴെയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഹൈറ്റിലെത്താൻ സാധിക്കും. ഹൈ പ്രോട്ടീൻ ഡയറ്റ്. നമ്മുടെ നാട്ടിലെ സാധാരണ ചോറും കറിയും മാത്രം കഴിച്ചാൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കില്ല. പ്രോട്ടീൻ കുറഞ്ഞാൽ അസ്ഥികളുടെ വളർച്ച മുരടിക്കും. മുട്ട, പനീർ, പാൽ, നട്ട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫാസ്റ്റ് ഫുഡും മധുരവും പരമാവധി കുറയ്ക്കുക. ക്വാളിറ്റി സ്ലീപ്പ്. ഉറക്കം. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ശരീരം ഗ്രോത്ത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ഫോൺ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ വളർച്ചയെ നേരിട്ട് ബാധിക്കും.
7-8 മണിക്കൂർ ആഴത്തിലുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം. ഉയരം കൂട്ടാൻ വേണ്ടി വ്യായാമം ചെയ്യരുത്. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്പോർട്സ് കളിക്കുക. ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ ബോക്സിംഗ് എന്നിവ പരീക്ഷിക്കാം. ഇത് നിങ്ങളുടെ ബോഡി പോസ്ചർ മെച്ചപ്പെടുത്തും. കൂനിക്കൂടി നടക്കുന്നത് നിങ്ങളുടെ ഉയരം കുറച്ചു കാണിക്കാൻ കാരണമാകും. അതുകൊണ്ട് നട്ടെല്ല് നിവർത്തി നടക്കാൻ ശീലിക്കുക. സെക്ഷൻ 4, മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ഉയരത്തേക്കാൾ വലുത്. ഇവിടെയാണ് ഏറ്റവും വലിയ സത്യം വരുന്നത്. നിങ്ങളുടെ ഉയരം 5.5 കരുതുക. നിങ്ങൾ അതിൽ സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇടിയും. എന്നാൽ ലോകപ്രശസ്തരായ പലരെയും നോക്കൂ. ആമിർ ഖാൻ 5.5 മാത്രമേ ഉള്ളൂ. എന്നാൽ ബോളിവുഡിലെ ഏറ്റവും വലിയ സ്റ്റാറുകളിൽ ഒരാൾ. ലയണൽ മെസ്സി 5.7, ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസം. ടോം ക്രൂസ് 5.7, ഹോളിവുഡിലെ സൂപ്പർ ഹീറോ. ഇവരൊന്നും ഉയരം കുറവായതുകൊണ്ട് വീട്ടിലിരുന്നവരല്ല. ഇവർ അവരുടെ മേഖലയിൽ അത്രമേൽ മിടുക്കരായി മാറി. പെൺകുട്ടികൾക്ക് ടോളായ ആണുങ്ങളെയാണ് ഇഷ്ടമെന്നൊക്കെ കേട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകും. എന്നാൽ സത്യം ഇതാണ്. ആത്മവിശ്വാസമുള്ള, നല്ല ജോലിയുള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഉയരം കുറവാണെങ്കിൽ നിങ്ങൾ മറ്റു മേഖലകളിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം. നന്നായി സംസാരിക്കാൻ പഠിക്കുക, സാമ്പത്തികമായി വിജയിക്കുക, നല്ലൊരു ബോഡി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഉയരം ആരും ശ്രദ്ധിക്കില്ല. പകരം നിങ്ങളുടെ വ്യക്തിത്വത്തെ അവർ ബഹുമാനിക്കും. സെക്ഷൻ 5, കൺഫർമേഷൻ ബയസ്. നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമാണ് നിങ്ങളുടെ ലോകത്ത് സംഭവിക്കുന്നത്. ഞാൻ ഉയരം കുറഞ്ഞവനാണ്, എനിക്കൊന്നും കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ യൂട്യൂബ് അൽഗോരിതം പോലും നിങ്ങൾക്ക് അത്തരം നെഗറ്റീവ് വീഡിയോകൾ കാണിച്ചു തരും. ഇതിനെയാണ് കൺഫർമേഷൻ ബയസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മാറ്റുക. ഉയരം കൂടുന്നില്ല എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്ന് കരയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടാൻ ശ്രമിക്കൂ, അല്ലാതെ ഇഞ്ചളന്ന് സമയം കളയരുത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഉയരം ഒരു പരിധിവരെ ജനിതകമാണ്. എന്നാൽ ആത്മവിശ്വാസമെന്നത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇനിയൊരിക്കലും വ്യാജ വാഗ്ദാനങ്ങളിൽ പോയി വീഴരുത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി ഇപ്പോൾ വളരെ വേഗത്തിൽ വളരുകയാണ്. 500-ലധികം മെമ്പേഴ്സ് ഇതിനോടകം തന്നെ നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വലിയൊരു ഷൗട്ട് ഔട്ട് നൽകുന്നു. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് 3999 രൂപയുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് സൗജന്യമായി സ്വന്തമാക്കൂ. നമ്മുടെ 500 പേരുടെ ഈ കരുത്തുറ്റ ഗ്രൂപ്പിലേക്ക് നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താഴെ ഒരു മാൻ ഇമോജി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. ലുക്സ് മാക്സിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇൻസെക്യൂരിറ്റികളെ മാറ്റിവെച്ച് കരുത്തനായി വളരുക. സ്റ്റേ റിച്ച്, സ്റ്റേ സ്ട്രോങ്.